അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യോമസൻബി സീസൺ 4 എപ്പിസോഡ് നമ്പർ 2 ആയിട്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാർട്ടർ ഹൗസ് ബിൽഡ് ചെയ്യാണ്. സ്റ്റാർട്ടർ ഹൗസ് ആക്കുന്നില്ല, ഞാൻ കുറച്ചുകൂടി വലിയൊരു ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ബിൽഡ് ചെയ്യാണ്ട് ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റാർട്ടർ ബേസ് ഹൗസ് ബിൽഡ് ചെയ്യാനെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, നമ്മൾ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വുഡും ഉണ്ട്, കുറേ ഡീപ് സ്ലൈറ്റും ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യം വരും ഗൈസ്. പിന്നെ നമുക്കൊരു ടീമേറ്റിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കോട്ട എന്നാണ് മച്ചാൻ്റെ പേര്. ഓനും ഞാനും കൂടി ഈ ബേസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഈ ബേസ് ചെയ്യാൻ ഒറ്റക്കാണ്. അവന് വേറൊരു ബിൽഡ് ഉണ്ടാക്കണം. അങ്ങനെയാണ്, ഒരാൾക്ക് ഒരു ബിൽഡ് ആണ് വേണം. നമ്മളിവിടെ കുറേ സംഭവങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പൊട്ടറ്റോ, വീറ്റ് എല്ലാ ഫാമും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റും കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ വുഡ് ഫാം അതും സെറ്റാണ്. പിന്നെ കൗ ക്രഷർ ഫാം, പിന്നെ നമ്മളെ ഷുഗർ ക്യാൻ ഫാം. അത് മൂന്നാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മൈനിങ്ങിനൊക്കെ പോയാൽ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് പിക്കാക്സും ഡയമണ്ട് സോഡും ഡയമണ്ട് ആക്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വീടുണ്ടാക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നെയിം ടാഗ് ഒക്കെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കേട്ടോ, സൈൻ ബോർഡിൻ്റെ പോലെ ഓക്കെ ഗെയിമിംഗ് ഹൗസ്. ഓക്കെ, നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, പിന്നെ വേറൊരുത്തനോട് ഉണ്ട് നമ്മളെ നമ്മളെ ടീമിൽ. ആർക്ക് എന്നാണ് മച്ചാൻ്റെ പേര്. ഓനും പിന്നെ കോട്ടയും. ആർക്ക്, കോട്ട, പിന്നെ കോങ്കോ ഗെയിമിങ്. അങ്ങനെയാണ് ഈ ഒരു സീരീസിൽ നമ്മളെ ടീം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നേരെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് അപ്പുറത്തേക്ക് ഇത് ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ ബിൽഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സമയം എടുത്തു, ഒരു 2 ദിവസം എടുത്തു ഇത് ബിൽഡ് തീർക്കാൻ. പിന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തു. പിന്നെ നമ്മൾ കുറേ വുഡ് പിന്നെയും മൈൻ ചെയ്തു. പിന്നെയും കുറേ കോബിൾ സ്റ്റോണും സംഭവങ്ങളും ആവശ്യം വന്നു. അതൊക്കെ നമ്മൾ സെറ്റാക്കി. എന്തായാലും വീട് കാണുന്നതിന് മുമ്പിട്ട് ലൈക്ക് അടിക്കാത്ത ലൈക്ക്, സബ്ബ് ചെയ്യാത്ത. ഇതാണ് നമ്മളെ ബേസ്. ഇതാണ് നമ്മളെ ഹൗസാണിത്. ഒരു അത്യാവശ്യം വലിയൊരു ഹൗസാണ് നമ്മൾ ഉണ്ടാക്കി. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഫിഷിങ് അക്വേറിയം ആൻഡ് ഒരു ചെറിയ പൂളാണ്. പിന്നെ ഇവിടെ ഒരു വിഷിംഗ് വെല്ല് പോലത്തെ ഒരു സാധനം വെറുതെ വെച്ചാൽ. പിന്നെ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ട്രീ. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ ബേസ് എന്ന് പറയുകയാണെങ്കിൽ. ഇതാണ് നമ്മളെ ഹൗസ്. ജസ്റ്റ് കയറിയ ഒന്നുമില്ല, ഇൻറ്റീരിയർ നമ്മൾ ചെയ്യണം. ഇവിടെ ഒരു ഫർണസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബെഡ് വരുന്നത് ഇതിൻ്റെ അകത്താണ്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറിയ ഇവിടെ ബെഡ് കാണാം. പിന്നെ ഇതിനകത്ത് ഡയമണ്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നേരെ അടിയിലേക്കൊരു വഴിയുണ്ട്. അടിയിലേക്ക് പോയാൽ ഒരു വലിയൊരു സ്റ്റോറേജ് ഏരിയയാണ് ഉണ്ടാക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആക്കിയില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് എല്ലാം സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഏരിയ. കോബിൾസ്റ്റോണൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ക്യാരറ്റും ഒക്കെ. പിന്നെ ഷുഗർ കേനാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര പണിയിലായിരുന്നു. നമ്മൾ രാവിലെ രാത്രിയൊക്കെ കുത്തിന് ഇതിലായിരുന്നു. പിന്നെ പുരണ്ടാക്കാൻ നല്ല പണിയെടുത്തു. പിന്നെ മച്ചാൻ നമ്മളെ കോട്ട ബ്രോവും ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടേൻ്റെ ഹൗസ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കാണിച്ചു തരാൻ പറ്റുകയാണോടാ, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഫിഷിങ് ഏരിയയിൽ ഇങ്ങനെ കുത്തിരിക്കാൻ നല്ല സുഖേൻ്റെ മോനെ ഉള്ള വൈബ്. ഞാൻ എന്തായാലും കോട്ടേനോട് ചോദിക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മളെ കോട്ട എക്സ്. ഇവിടെയാണ് ബേസ് കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബേസ്. ഇവിടെ കിഡിലോ ഹൗസാണ് ഉണ്ടാക്കി വെച്ചത്. എൻ്റെ ഇത്ര വലിപ്പമില്ലെങ്കിലും ബട്ട് കിട്ടില്ല. എന്നെ കാണാൻ അത്ര രസമില്ലെങ്കിലും വലിപ്പമുണ്ട്. പക്ഷേ എൻ്റെ കിട്ടില്ല ബേസ് കിട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഡയമണ്ട് ഫുൾ ആർമറൊക്കെ സെറ്റാക്കി. അതൊക്കെ ടാസ്ക്കാണ്. പിന്നെ നമുക്ക് കുറേ ടാസ്കൊക്കെ തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അയൺ ഫുൾ ആർമർ ഉണ്ടാക്കണം. പിന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. പിന്നെ വില്ലേജ് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അങ്ങനെ എന്തോന്ന് സെറ്റാക്കേണ്ടത്. അതിൽ പറഞ്ഞാൽ കണ്ടുപിടിക്കാനില്ല. ഇനി അടുത്ത റൂൾ എന്ന് വെച്ചാൽ ഡയമണ്ട് ഫുൾ ആർമർ സെറ്റാക്കണം. പിന്നെ ആവശ്യത്തിന് ഫുഡ് നമുക്ക് സെറ്റാക്കണം.
പിന്നെ നമ്മളെ സ്റ്റാർട്ടർ ബേസ് അത് മെഗാ ബേസ് ആക്കി മാറ്റണം. മെഗാ ബേസ് അല്ല, ഒരു അത്യാവശ്യം നല്ല ബേസ് ആക്കി മാറ്റണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അടുത്ത ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഫസ്റ്റ് ടാസ്ക് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കി, അടുത്ത ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഗൈസ് ഞാനും കോട്ടയം കൂടി ഇങ്ങനെ ഇവിടെ കുത്തിരിക്കുകയാണ്, സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ബേസ് പ്ലാനിങ് ആയിട്ട് കുത്തിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനിങ്ങിന് ഇറങ്ങിയാണ് ഗൈസ്. ഇവിടെ തുടങ്ങി കളി ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഡയമണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ മൈൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫുൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനാണ് ഗൈസ്. ഫുൾ ഡയമണ്ട് ആർമർ സെറ്റ് ആക്കണം. ഒരു 30 സംതിങ് ഡയമണ്ട് ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഡയമണ്ട് ഒപ്പിച്ചിട്ട് കാണിക്കാം. അപ്പൊ ഗായ്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഗായ്സ്. യെസ്, ഡയമണ്ട് ഫുൾ ആർമർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. എൻ്റെ കുറെ സമയം എടുത്തു, എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം 42 ഡയമണ്ട് സെറ്റാക്കി. പിന്നെ ഞാൻ മൈനിങ് ഏരിയ, നമ്മുടെ സ്ഥലം മറ്റേ മൈനിങ് ഏരിയ കാണുന്നില്ല. പക്ഷേ ഞാൻ മുകളിലോട്ട് നേരെ കുഴിച്ചു പോയി. ഞാൻ നോക്കുന്നേരം ഏതോ വില്ലേജിലൊക്കെ എത്തി. പിന്നെ നടന്നങ്ങോട്ട് വന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ ബാക്കി ഡയമണ്ട് കാണിച്ചു തരാം. 16 ഡയമണ്ട് ബാക്കിയുണ്ട്. ഈ ചെസ്റ്റിൻ്റെ അത് 13 ഡയമണ്ട് ബാക്കിയുണ്ട്. ഞാൻ 2 പിക്കേഴ്സ് ഉണ്ടാക്കി, ഒന്ന് പൊട്ടാനായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതാക്കുക. ഓ പക്ഷെ എൻ്റെ വരെ ബേസ് അവന് ബിൽഡ് ചെയ്ത് ഒന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഗൈസ്. അവിടെയൊക്കെ കിടലും പോലെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. പാലമൊക്കെ കിടലും ജസ്റ്റ് ഒക്കെ ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ലീഫൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ടെറാഫോമിംഗ് ഒക്കെ നടക്കുകയാണ്. ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ട്. ഓക്കെ, ഒരു കിടല മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ചെക്കനായി. പിന്നെ ഒരു സംഭവം പറയാൻ മറന്നുപോയി. ഇതവിടെ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഗോൾഡൻ ക്യാരറ്റ് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ രണ്ടാളാണ് ചെയ്തത്. കുറച്ച് സമയം എടുത്തു. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യാരറ്റ് ഫാമും കൂടി ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക് ക്യാരറ്റ് ഫാം. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ എപ്പിസോഡിൽ തന്നെ ചെയ്താൽ ശരിയാവില്ല ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രേഡിങ് ഗോൾഡൻ ക്യാരറ്റ് വാങ്ങുന്ന സ്ഥലം. ഓക്കെ, ഇത് നമ്മളിതിൻ്റെ മുകളിൽ നിൽക്കുന്നത് വേറൊരു വെച്ചാലാണ്. നമ്മളെ ഇതല്ല, ടീമേറ്റ് അല്ല, നമുക്ക് ബേസ് കാണാറ്റ വന്നാണ്. ഇവൻ ഫുള്ള് പ്രൊഡക്റ്റീവ് ആട്ടോ. കിട്ടുന്ന പ്ലെയറിനെ നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ കുതിരയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബേസിലേക്ക് വിടാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പം നമുക്ക് ബേസ് സ്പോൺ ബിൽഡ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടി എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ബട്ട് നോക്കാം ഗൈസ്. നമ്മളെ നെക്സ്റ്റ് ടീമേറ്റ് ആണ് ഇത്, ആർക്ക് എന്ന് പറഞ്ഞ ബ്രോ. ഓക്കെ, നമ്മളെന്തായാലും ആർക്കിനെയും കൂടി കൂട്ടിയിട്ട് ആർക്കിന് കുറച്ച് ഡയമണ്ട് കൊടുക്കാം. അവന് ഇപ്പം കയറിയാണ്, ഈ അടുത്ത് കയറിയിട്ടാണ് സർവറിൽ. അതുകൊണ്ട് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ കൊടുത്ത്. ഓക്കെ, അവനൊരു ജാവ പ്ലെയറാണ്. രണ്ടാൾ ജാവ പ്ലെയറാണ്, പക്ഷേ ഞാൻ ബെഡ്റൂം പ്ലെയറാണ്. പക്ഷെ മൊബൈലിലാണ് അവർ കളിക്കുന്നത്. എനിക്കോ ലോഞ്ചർ വെച്ച് കളിക്കണമെന്നുണ്ട്. ഞാൻ കളിച്ച് നോക്കി, പക്ഷേ ഇടങ്ങാറാണ്. നമുക്ക് എന്തായാലും ഈ സീരീസ് വേണ്ട, ജാവേൻ്റെ സീരീസ് തുടങ്ങണമെങ്കിൽ എനിക്കത് താല്പര്യമുണ്ട്. ജാവേൻ്റെ സീരീസ് തുടങ്ങാൻ എന്താണെന്ന് വെച്ചാൽ ബെഡ്റൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കാണാം. ഇവിടുന്ന് ഒരു 3 ഡയമണ്ട് എടുത്ത് അവന് കൊടുക്കാം. കേക്സ് ഉണ്ടായിക്കോട്ടെ, ജസ്റ്റ് ഒരു 3 ഡയമണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്, ഡയമണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തെ യോമിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ആയിട്ടാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഒരു കിഡിലൊരു ക്യാരറ്റ് ഫാം ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വൈൻഡപ്പ് ചെയ്യാം.